കൊന്നിച്ചോ മിനസാൻ നമ്മുടെ മിസ്റ്റ് മൈറ്റ് മഹയത്തിന്റെ സീസൺ 1ന്റെ എപ്പിസോഡ് 17ലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇന്നലെ എനിക്ക് ലോങ് വീഡിയോ ഇടാൻ സാധിച്ചില്ല. സോ ഇന്നലത്തെ കൂടെ കൂട്ടി ഇന്ന് ഞാൻ നിങ്ങൾക്ക് 4 ചാപ്റ്റേഴ്സ് ആയിരിക്കും ഒറ്റൊരു എപ്പിസോഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകാൻ പോകുന്നത്. സോ ഈ വീഡിയോ അത്യാവശ്യം ലെങ്ത് കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതെന്തായാലും എക്സ്പ്ലെയിൻ ചെയ്ത ശേഷം എഡിറ്റ് ചെയ്യാൻ നേരത്തെ കറക്റ്റ് സത്യാവസ്ഥ മനസ്സിലാകത്തുള്ളൂ. എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് 4ഓളം ചാപ്റ്റേഴ്സ് ഫുള്ളി ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ബിക്കോസ് പലരും ഇപ്പോൾ ലൈക്കും ഷെയറും അങ്ങനെ ചെയ്യാറൊന്നുമില്ല, ചുമ്മാ വന്ന് വീഡിയോ കണ്ടിട്ട് പോകുവാണ്. സോ ഗൈസ്, നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ അത് നമുക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ്. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് നമുക്ക് നമ്മുടെ ഹണ്ടർ ഓഫ് ദി വീക്കിനാണ് കാണാൻ സാധിക്കുന്നത്. അതായിട്ട് ഒരുതിനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതേ സമയത്ത് യങ്ങസ്റ്റ് അതിന്റെ തൊട്ട് മുമ്പിൽ ഉണ്ടായിരുന്നു. അവൻ സത്യം പറഞ്ഞാൽ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. അതെന്താണെന്ന് പോലും മനസ്സിലാകുന്നില്ല. പെട്ടെന്നായിരുന്നു അത് അവന്റെ നേരെ തിരിഞ്ഞ് നോക്കിയത്. എന്നിട്ട് സൂക്ഷിച്ച് നോക്കിയതിനു ശേഷം നേരെ തിരിഞ്ഞോടി. കാര്യം അവരുടെ കയ്യിലും ആ ഒരു ഫ്ലാഗ് ഉണ്ടായിരുന്നു. യങ്ങസ്റ്റ് അവിടെ പേടിച്ചു പറിച്ചുകൊണ്ട് നേരെ നിലത്തേക്ക് ഇരുന്നു പോയി. അല്ല, അത് തിരിച്ചു പോയല്ലോ. എന്തു പറ്റി? അതിന് വയറ് നിറഞ്ഞത് കൊണ്ടാണോ? അത് നാശം. ഓൾറെഡി ആ ഫ്ലാഗ് തപ്പിയത് കൊണ്ട് തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ 2 പേരെ നഷ്ടപ്പെട്ടു. അതിനിടക്ക് ഇതുപോലത്തെ ഒരു മോൺസ്റ്ററിനെ കൂടെ ഞങ്ങൾ കൈകാര്യം ചെയ്യണോ? ഇത് ഇത് പോസിബിൾ ആണോ ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുന്നത്? പക്ഷേ ഇത് ശരിക്കും സ്ട്രേഞ്ച് ആണ്. കാര്യം ഞങ്ങൾ നേരത്തെ കണ്ടത് ഈ മോൺസ്റ്റർ കൊന്നൊടുക്കിയ ശവശരീരങ്ങളാണ്. അത് ഫൈറ്റ് ചെയ്തതിന്റെ എല്ലാ ലക്ഷണങ്ങളുണ്ട്. കൈകാലുകൾ മുറിഞ്ഞു, തലയൊന്നും ഇല്ലാത്ത രീതിയിൽ. പക്ഷേ അതേപോലെ തന്നെ മറ്റു കുറച്ച് ശവശരീരങ്ങൾ കണ്ടു. അത് പെടലി ഒടിഞ്ഞ രീതിയിലാണ്. എന്നാൽ അത് ഇവിടെ ഇവിടെ സത്യം പറഞ്ഞാൽ എന്താണ് നടക്കുന്നത്? പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജിയോനാണ്. അവനാട്ടെ അതെല്ലാം അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നാശം, ഇത് അധികമൊന്നുമില്ലല്ലോ. ഈ ഡെത്തിക്കയുടെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുവാണ്. കാര്യം ആ ഒരു 100 ഓഫ് ദി വീക്ക് ഇവരെ കൊന്നതുകൊണ്ടാണ്. നാശം, ഇപ്പൊ ഞാൻ ഒരുമാതിരി 6 എച്ചിൽ കഴിക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഇതൊട്ടും നല്ലതല്ല. അല്ല, എങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായാലും ആ ഒരു 100 ഓഫ് ദി വീക്കിനെ കൊല്ലേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അത് ഞാൻ നോക്കിക്കോളാം. നീ എന്തായാലും കുറച്ച് സ്ട്രഗിൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാര്യം ഇന്റർണൽ എനർജി ഇല്ലല്ലോ. ആ പറഞ്ഞത് ബ്ലൂ സ്പിരിറ്റ് ആണ്. ശരിക്കും ആ സമയത്ത് അവൻ അവളെ പുറത്തെടുത്തു. പിന്നല്ലാതെ. അങ്ങനെ അടുത്ത നിമിഷം അവൻ മന്ത്രം ജപിക്കാൻ തുടങ്ങിയും പെട്ടെന്ന് ഒരു അമാനുഷികമായ ശക്തി അവിടെ മുഴുവൻ വന്ന് അവന്റെ കാൽ ചോട്ടിൽ നിന്ന് കുറച്ച് രക്തക്കറ വരും. അവിടുന്ന് നമ്മുടെ ബ്ലൂ സ്പിരിറ്റ് അങ്ങനെ ഉയർത്ത് എഴുന്നേറ്റു. ഇപ്പോഴാണെന്ന് ആശ്വാസം. എത്ര നേരായിട്ട് അതിനകത്ത് ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുവാണ്. അല്ല, നീ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുമല്ലോ. അതെന്തായാലും ഞാൻ ഇപ്പൊ ചെയ്തേക്കാന്ന് പറഞ്ഞ് അവൾ നേരെ മുകളിലേക്ക് പറന്നുയർന്നു. അത്യാവശ്യം ഉയരത്തിലേക്ക് തന്നെ ചെന്നു. അവൾക്ക് ആ ചുറ്റുപാടും കാണാൻ പറ്റുന്ന ഉയരത്തിലേക്ക്. അല്ല, ഇതെന്താണ്? എനിക്കതിനെ കാണാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ വിചാരിച്ചത് അത് സ്ട്രേഞ്ച് ബീസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ. പക്ഷെ അതെവിടെ പോയെന്ന് ചോദിച്ചപ്പോഴാണ് പെട്ടെന്ന് മറ്റൊരു കാര്യം അവളുടെ കണ്ണിൽ പെട്ടത്. അവൾ നോക്കാൻ നേരത്ത് വളരെയധികം പവർഫുൾ ഉള്ള ഒരു അമാനുഷികമായ ഒരു എനർജി മുകളിലേക്ക് പൊങ്ങി വരുന്നു. അല്ല, ഇത് ഈ ചെയ്തവൻ എന്തായാലും നല്ല ബുദ്ധിയില്ലാത്തവന്മാരാണ്. മോർട്ടൽ, മോർട്ടൽ. അല്ല, എന്തുപറ്റി? നീ കണ്ടെത്തിയോ? ഇല്ല, 100 ഓഫ് ദി വീക്കിനെ കണ്ടില്ല. പക്ഷേ അതിലും ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു സാധനം കിട്ടി. എന്ത്? നീ എന്നെ ഫോളോ ചെയ്താലും മതി. സത്യം പറഞ്ഞാൽ ആ ഒരു ഡിസിഷൻ നമ്മുടെ ജിയോങ്ങാട്ടെ കുറച്ചൊന്ന് മടിക്കുന്നുണ്ട്. പക്ഷേ അവളുടെ പുറകെ അവൻ നടക്കുകയും ചെയ്തു. അങ്ങനെ നടന്ന് നടന്ന് ഒരു പാലത്തിലെത്തി. ആ പാലം ക്രോസ് ചെയ്ത് അവൻ നേരെ മുന്നിലേക്ക് വീണ്ടും നടന്നു. അപ്പോഴാണ് ആ ഒരു ട്രാക്സ് ഒക്കെ അവൻ കണ്ടത്. അതെന്തോ ഉന്തുവണ്ടിയാണെന്നുള്ള കാര്യത്തിൽ അവന് ഏകദേശ ധാരണ കിട്ടി. പെട്ടെന്നാണ് അവനും ഞെട്ടിത്തെറിച്ചു പോയത്. കാര്യം അവൻ നോക്കുന്നിടത്ത് ആ ഒരു ക്ലിഫിന്റെ താഴത്തേക്ക് ഭയങ്കരധികം അമാനുഷികമായ ഒരു എനർജി. അവിടെ ഫുള്ള് ആ ഒരു ടെയിൽസ്മാൻ യൂസ് ചെയ്ത് ആ ഒരു ബാരിയർ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. മോർട്ടൽ, നീ ഗൂ പോയിസനെ പറ്റി കേട്ടിട്ടുണ്ടോ? പിന്നല്ലാതെ ദ ഗൂ പോയിസൺ. ഈ ഗൂ പോയിസൺ എന്ന് പറയുന്നത് 100ഓളം ഈ വെനമസ് ഉള്ള സ്നേക്കിനെയും ഈ തേളിനെയും അതേപോലെ തന്നെ ഈ പഴുതാരനെയൊക്കെ ഒരു ജാറിൻ്റെ അകത്ത് പിടിച്ചിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും അവസാനം റിമൈനിങ് ആയിട്ട് നിൽക്കുന്ന ഒരെണ്ണം ഉണ്ട്. അതായിരിക്കും ആ കൂട്ടത്തിലെ ഏറ്റവും വിഷമുള്ള ജീവി. അതിനാണ് നോർമലി ഈ ഗൂ പോയിസൺ എന്ന് വിളിക്കുന്നത്. നീ ആ കാണുന്നതുണ്ടല്ലോ, അതും ഒരു ഗൂ പോയിസൺ ആണ്. ആ സമയത്ത് ജിയോങ്ങിന്റെ കണ്ണിൽ ഒരു ഇഷ്ടം തോന്നുകയും ചെയ്തു. കാര്യം അത്രത്തോളം മാസീവുള്ള ഒരു എനർജി ആയിരുന്നു. അതിന്റെ താഴത്ത് നിന്ന് ശാന്തി കിട്ടാത്ത ആത്മാക്കൾ ഉച്ചത്തിൽ കിടന്ന് അലറുകയായിരുന്നു. രക്ഷിക്കണേ, ഞാനവനെ കൊല്ലും, അമ്മ, അച്ഛൻ എന്നൊക്കെ വിളിച്ചുകൊണ്ട് പല സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് രക്ഷപ്പെടാനും കഴിയുന്നില്ല. കാര്യം അവരെല്ലാവരും ചങ്ങലയിൽ പെട്ടുകിടക്കുകയാണ്. അല്ല, അതെന്താണ് ചങ്ങല? സത്യം പറഞ്ഞാൽ നീ നേരത്തെ യൂസ് ചെയ്തില്ലേ, ഏകദേശം അതുപോലെ തന്നെയാണ്. ആ ആത്മാക്കളെല്ലാം തന്നെ ഈ റിലത്തിൽ അവർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇത്രയുമധികം ആത്മാക്കളെ ഒരു സ്ഥലത്തേക്ക് പിടിച്ചു വെച്ചു കഴിഞ്ഞാൽ അവർ പരസ്പരം കഴിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് അവിടെ ഒരു ABS തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇത്
ഇത് ശരിക്കും അമേസിംഗ് ആണ്. ഗോ പോയ്സൺ പോലെ തന്നെ. അല്ല, ഇനിയെങ്ങാനും ആ ഗോ പോയ്സണിൽ ജനിക്കുന്നവൻ ബ്ലൂ സ്പിരിറ്റിന്റെ അത്ര തന്നെ സ്ട്രോങ്ങർ ആയിരിക്കുവോ? ജിയോങ്ങിന് അവന്റെ കൊതി അടക്കി വെക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. ആ സ്ഥലത്ത് മുഴുവൻ ഡെത്ത് ക്യൂയാണ്. നീ നിന്റെ റിച്വൽ ഓഫ് അറ്റാച്ച്മെന്റ് എവിടെ നിന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നാണ് അതും ചാടി അവൻ നേരെ മുന്നിലേക്ക് പോയത്. അല്ല മോർട്ടൽ, നീ എന്ത് ചെയ്യുവാണ്? ഇവിടെ നിന്നുകൊണ്ട് അതിനെ അബ്സോർവ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ എച്ചിൽ കഴിക്കുന്ന പോലെയല്ലേ? ഞാൻ അവിടേക്ക് ചെന്ന് അത് നേരിട്ട് അങ്ങോട്ട് ചെയ്യാം. എന്തേ, നിനക്ക് മരിക്കാൻ അത്രക്ക് ആഗ്രഹമാണോ? അവിടെ ആയിരക്കണക്കിന് ശാന്തി കിട്ടാത്ത ആത്മാക്കളാണുള്ളത്. അതെല്ലാം തന്നെ നിന്നെ വിഴുങ്ങുന്നതായിരിക്കും ജീവനോടെ തന്നെ. ഹോ, അത് നീ തന്നെ പറയണം. നീയല്ലേ പറഞ്ഞ എന്റെ ഈ ഒരു അവസ്ഥയിൽ വെച്ചുകൊണ്ട് ഹെവൻ എർത്ത് അസോസിയേഷനിൽ എനിക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ലെന്ന്. ഇത് ശരിക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെ ഞാൻ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു റിവെഞ്ചിന് വേണ്ടി, നമ്മുടെ റിവെഞ്ചിന് വേണ്ടി ഒരു പോസിബിലിറ്റി തുറന്നു കിട്ടും. അപ്പൊ പിന്നെ ഇത് ശരിക്കും വേർത്തല്ലേ? അതിനെല്ലാം അപ്പുറം എനിക്ക് ഈ ഒരു ആഗ്രഹം പിടിച്ചു വെക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പോകുകയാണെന്ന് പറഞ്ഞ് അവൻ നേരെ നിലത്തേക്ക് എടുത്ത് ചാടി. അടുത്ത സെക്കൻഡ് ആ ആത്മാക്കളെല്ലാം അവനെ തുറിച്ചു നോക്കാനായിട്ട് തുടങ്ങി. അതൊരു ശരീരമാണ്, അതൊരു ശരീരം, ജീവനുള്ള ശരീരം, അതൊരു വെസലാണെന്ന് പറഞ്ഞ് എല്ലാ സൈഡിൽ നിന്നും അവനെ ആക്രമിക്കാനായിട്ട് ആയിരക്കണക്കിനുള്ള ആത്മാക്കള് അവന്റെ നേരെ പാഞ്ഞു വന്നു. ആ സമയത്താണ് ആ മോതിരത്തിന്റെ കാര്യം അവൻ ആലോചിക്കുന്നത്. ബ്ലൂ സ്പിരിറ്റ് പറഞ്ഞു വെച്ച് നോക്കാൻ നേരത്ത് ഈ റിങ്ങിൽ അമാനുഷികമായ ശക്തികളുണ്ട്. എന്നിട്ട് ഒരു മന്ത്രം ജപിക്കുകയും ചെയ്യും. അടുത്ത സെക്കൻഡ് സീൽ ഓഫ് ദി 9 വേർഡ്സ് വൈറ്റൽ ടെക്നിക് എന്ന് പറഞ്ഞ ഒരു ബാരിയർ അവൻ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പോ ഇതാണല്ലേ ഒരു ബാരിയർ? സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വരുന്ന ആത്മാക്കളെ ഇത് പുഷ് ചെയ്യുന്നത് പോലെയുണ്ട്. ഇത് ശരിക്കും യൂസ്ഫുൾ ആണല്ലോ. അപ്പൊ പിന്നെ ഇതിനെ പൂർണ്ണമായിട്ടും വിഴുങ്ങിയേക്കാന്നും പറഞ്ഞ് അവൻ ആ ആയിരക്കണക്കിന് ആത്മാക്കളുടെ നേരെ നിലത്തേക്ക് വീഴുകയായിരുന്നു. ആ ഒരു ബാരന്റെ സഹായമുള്ളത് കൊണ്ട് തന്നെ ആരും തന്നെ അവന്റെ അടുത്തേക്ക് വരുന്നില്ല. പക്ഷെ പെട്ടെന്നാണ് നേരെ നിലത്ത് ആ ഒരു വെള്ളത്തിൽ വന്ന് വീണത്. അവനട്ടെ ആഴത്തിലേക്ക് മുങ്ങി താഴുകയും ചെയ്തു. എന്നാൽ ആഴത്തിലും ആയിരക്കണക്കിന് ആത്മാക്കൾ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അതെല്ലാം തന്നെ അവന്റെ നേരെ പാഞ്ഞു വന്ന് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ടും തുടങ്ങി. അതിൽ കുറച്ചധികം ആത്മാക്കൾ ആ ഒരു ബാരിയറിന്റെ അകത്തേക്ക് കൈയിടാനും തുടങ്ങി. അവൻ ആലോചിക്കുകയും ചെയ്യും, അല്ല, ഈ ഒരവസ്ഥയിലും അവരെന്നെ കഴിക്കാനാണല്ലേ നോക്കുന്നത്. ശരിയാണ്, പറഞ്ഞതുപോലെ ആ ഒരു ഒറിജിനൽ ബുക്ക് ഓഫ് യിങ് ആൻഡ് യാങ് സ്കൂളിൻ്റെ അകത്ത് പറയുന്നത് ഈ വെള്ളത്തിൽ താമസിക്കുന്ന ആത്മാക്കൾ ശരിക്കും ഡിറ്റർമിൻ ആണ്. അവർ ഈ നോർമൽ വൺസിനെക്കാട്ടും കുറച്ചുകൂടെ ഡേഞ്ചറസ് ആണെന്നാണ് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. എങ്കിൽ പിന്നെ എന്ന് പറഞ്ഞ് വീണ്ടും ഒരു മന്ത്രവാദം അവൻ പറഞ്ഞിട്ട് ഒരു പവർ അങ്ങോട്ട് യൂസ് ചെയ്യും. അടുത്ത സെക്കൻഡ് മാസീവ് ഉള്ള ഒരു എക്സ്പ്ലോഷൻ അവിടെ സംഭവിക്കും. പിന്നെ കാണുന്നത് അതിന്റെ മുകൾ ഭാഗമാണ്. പെട്ടെന്നാണ് ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നത്. അതിനുശേഷം നമ്മുടെ ജിയോ അങ്ങോട്ട് നേരെ കരയിൽ വന്ന് ഇരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതിന്റെ ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞപ്പോഴാണ് ആ വെള്ളത്തിന്റെ അന്ന് കുറച്ചധികം കൈകൾ വന്ന് അവന്റെ കാൽ കയറി പിടിച്ച് അവനെ വലിച്ചുകൊണ്ട് അകത്തേക്ക് പോകാൻ ശ്രമിച്ചത്. അവൻ ശരിക്കും സ്ട്രഗിൾ ചെയ്യാനായിട്ട് തുടങ്ങി. നിനക്കൊക്കെ എത്ര ധൈര്യം ഉണ്ടായിട്ടെന്ന് പറഞ്ഞ് നമ്മുടെ ബ്ലൂ സ്പിരിറ്റ് അവിടേക്ക് വന്ന് അതിനെ അറ്റാക്ക് ചെയ്ത് മാറ്റി. വിട്ടുകളെ, നീയൊക്കെ ഇപ്പൊ വരുന്നെന്ന് പറഞ്ഞപ്പോ അതിന്റെ അകത്തുനിന്ന് ഒരു മാസീവുള്ള കൗണ്ട് ആത്മാക്കൾ നേരെ പുറത്തേക്ക് വന്നു. ഈ കാണുന്നത് അത് എന്റേതാണ്, അതുകൊണ്ട് മര്യാദക്ക് പോന്നും പറഞ്ഞ് ബ്ലൂ സ്പിരിറ്റ് ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്യും. അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇറാഡിക്കേറ്റ് ആയി പോവുകയും ചെയ്യും. ചിന്തിക്കാതെ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാ ഇങ്ങനെ ഇരിക്കും. ആ, നീ കറക്റ്റ് സമയത്ത് തന്നെയാണ് വന്നത്. എന്ത്? എനിക്കറിയായിരുന്നു നീ ഉറപ്പായിട്ടും എന്നെ സഹായിക്കുമെന്ന്. നാശം, ഈ മോർട്ടൽ, നിനക്കെത്ര ധൈര്യം ഇട്ടിട്ടാണെന്ന് പറയുമ്പോൾ അവനായിട്ട് അവിടെ കിടന്ന് പൊട്ടി ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത്ര മോശമൊന്നുമല്ലായിരുന്നു ഈ ഒരു സിറ്റുവേഷൻ. ഈ സ്പിരിറ്റൊക്കെ നീ ഉള്ളത് കൊണ്ടാണോ എൻ്റെ അടുത്തേക്ക് വരാത്തത്? നീ ശരിക്കും അമേസിംഗ് ആണല്ലോ. അതുകൊള്ളാം. നീ എങ്ങനെയാണ് വിചാരിച്ചത് ഞാനിവിടെ ഇൻഫീരിയർ ആയതുകൊണ്ട്, ഞാൻ ഡേഞ്ചറസ് ആയതുകൊണ്ടാണ് നിങ്ങളിവിടേക്ക് വരാത്തതെന്ന്? അല്ലാതെ പിന്നെ എങ്കിൽ നീ ഒന്നുകൂടെ ഒന്ന് നോക്കിക്കേ. അപ്പോൾ അവൻ ചുറ്റുപാട് നോക്കിയപ്പോഴാണ് വിചിത്രമായ രൂപത്തിൽ കുറേയധികം ആത്മാക്കള്. അവര് കംപ്ലീറ്റ്ലി എന്താ പറയാ വ്യത്യസ്തമായിരുന്നു. ആ കാണുന്നതെല്ലാം പ്രതികാരത്തിന് വേണ്ടി ജീവിക്കുന്ന ആത്മാക്കളാണ്. അവർക്ക് പേടി എന്തെന്ന് അറിഞ്ഞൂടാ. സത്യം പറഞ്ഞാൽ ഇതിൽ നിന്ന് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഞാനും കുറച്ച് സ്ട്രഗിൾ ചെയ്തെന്നിരിക്കും. എക്സ്പെഷ്യലി ആ ഒരു ഡാർക്ക് ഹ്യൂറിക്കൻ്റെ അകത്തുള്ള ഒരു സാധനത്തിൽ നിന്ന് നീ എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലാൻ പാടില്ല. സോ ഇവിടെ നിന്നുകൊണ്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ അവൻ പറയും ചെയ്യും, ശരിയാണ്, ഇവിടെ എന്തായാലും ഓക്കെയാണ്. പെട്ടെന്നാണ് അവൾ ഞെട്ടിയത്. കാര്യം അവനവന്റെ വസ്ത്രം ഊരാനായിട്ട് തുടങ്ങി. മോർട്ടൽ, നീ എന്ത് ചെയ്യുവാണ്? ഞാൻ ആദ്യം ഇതൊക്കെ ഒന്ന് അഴിച്ചു മാറ്റട്ടെ. എന്ത്? പെട്ടെന്ന് അവൾ ഞെട്ടി. ആ, കിട്ടി. അതാ ഫോർബിഡൻ പാത്ത് ലോക്കായിരുന്നു.
അവൻ റിച്വൽ ഓഫ് അറ്റാച്ച്മെന്റ് യൂസ് ചെയ്തുകൊണ്ട് പതുക്കെ അതിങ്ങ് വലിച്ചൊരിയെടുത്തു. അത് കണ്ടപ്പോൾ അവൾ ആകെപ്പെട്ട് സർപ്രൈസ് ആയിപ്പോയി. നീ ആ ഫോർബിഡൻ പാത്തിലേക്ക് നിന്റെ നട്ടിലിൽ നിന്നല്ലേ വലിച്ചൂരിയെടുത്തത്? ആ, ഇപ്പോഴാണെന്ന് ഓക്കെ ആയത്. ഇവൻ ശരിക്കും ഭ്രാന്തനാണല്ലേ? സത്യം പറഞ്ഞാൽ അത് എക്സ്ട്രീമിലി ഡേഞ്ചറസ് ആണ്, എന്നാൽ അതേപോലെ എക്സ്ട്രീമിലി പെയിൻഫുള്ളുമാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവൻ റിച്വൽ ഓഫ് അറ്റാച്ച്മെന്റ് ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുമെന്ന്. എനിക്ക് എന്ത് പറയണമെന്ന് പോലും. അതിനുശേഷം അവന്റെ ശരീരത്തിലുണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാ ആ ഒരു ഫോർബിഡനുള്ള ലോക്കും അവൻ ഊരിയെടുത്തു. അവളാട്ടെ കംപ്ലീറ്റ്ലി ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. അല്ലേ, ഞാൻ എന്താണ് ഈ കാണുന്നത്? അവന്റെ ക്യൂ ലോക്ക് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നേരത്തെ എനിക്കത് മനസ്സിലാത്തത്. പക്ഷേ ഇപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, അവൻ എങ്ങനെ നോക്കിയാലും ഒരു ഏർലി സുപ്രീം പീക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഡെത്ത് ക്യൂ അതെന്തായാലും കൊള്ളാം. അവന് എന്തായാലും അതിനെ പേടിയൊന്നുമില്ല. സോ ഇത് ചിലപ്പോ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ നോക്കിയത്. അല്ല, നീ അപ്പോ ഒരു ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നോ? അല്ലാതെ പിന്നെ നീ പറഞ്ഞില്ലേ എക്സ്പെർട്ടുള്ള മാർഷൽ ആർട്ടിസ്റ്റിന് ഈ ക്യൂ സെൻസ് ചെയ്യാൻ പറ്റുമെന്ന്. സോ മുകളിൽ നിന്ന് ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരെന്നെ സെൻസ് ചെയ്യും. പക്ഷേ ഇവിടെ ചാടിയ സ്ഥിതിക്ക് എനിക്ക് എന്തായാലും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. കാര്യം ഇവിടെ മുഴുവൻ ഡെത്ത് ക്യൂ അല്ലേ. അത് ശരിയായിരിക്കും മോർട്ടൽ, പക്ഷെ നീ എങ്കിലും സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഈ ചുറ്റുപാടും നീ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. ഹാ, എനിക്കതറിയാം. പക്ഷേ ആദ്യം തലേനെ തന്നെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ വാലക്ക എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് ആദ്യം ഞാൻ ആ തല തന്നെ ഇങ്ങോട്ട് എടുക്കാൻ പോവുകയാണ്. നീ ശരിക്കും ഒരു ഭ്രാന്തൻ തന്നെയാണ്. പക്ഷെ കണ്ടിട്ട് എന്താണെന്ന് തോന്നുന്നത് അത്ര നിസ്സാരമായിരിക്കുമെന്നോ? അല്ല, നിനക്കെന്നെ സഹായിക്കാൻ പറ്റുമല്ലോ. ഹും, നീ വീണ്ടും എൻ്റെ അടുത്തായിട്ട് തന്നെ. സത്യം പറഞ്ഞാൽ ഇത്ര ബാഡുള്ള ചോയ്സ് അല്ല. അവനെങ്ങാനും ഇവിടെ സക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ലിറ്ററലി 10 വർഷത്തോളം ട്രെയിൻ ചെയ്യേണ്ട ആ ഒരു ട്രെയിനിങ് ആയിരിക്കും അവൻ സ്കിപ്പ് ചെയ്തിട്ട് പോകുന്നത്. ഹാ, ഞാൻ എന്തായാലും ഇത് നോക്കിക്കോളാം. അവരുടെ അറ്റൻഷൻ ഞാൻ എന്തായാലും ഡ്രോ ചെയ്തോളാം. സോ നീ നേരെ പോയാൽ മാത്രം മതി. റിയലി താങ്ക്സ്. നീ എന്തായാലും സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത സെക്കൻഡ് അവളത് വലിച്ചുള്ളിലേക്ക് കയറ്റി. പിന്നെ കണ്ണ് തുറന്നപ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് രക്തം പൊടിയാനിട്ട് തുടങ്ങി. ബ്ലഡ് ബാരിയർ. അടുത്ത സെക്കൻഡ് ഒരു തുള്ളി രക്തം നിലത്തേക്ക് വന്ന് പതിച്ചു. അതിൽ നിന്ന് പൊങ്ങിയ രക്തത്തിന്റെ അളവെന്ന് പറയുന്നത് അമാനുഷികമായിരുന്നു. അവരുടെ ചുറ്റിനും അത്രയും വലിയ രീതിയിൽ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതാട്ടെ ആ ഒരു ഡൊമൈനിലേക്കും അവൾ പാസ് ചെയ്ത് കൊടുത്തു. പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ചധികം ചങ്ങലകൾ നിറയെ വന്നു. ഇതാണ് പറ്റിയ സമയം എന്ന് പറഞ്ഞപ്പോൾ ജിയോങ്ങട്ടെ ആ ചങ്ങലകളുടെ ഇടയിലൂടെ അതിൻ്റെ ഉള്ളിലേക്ക് ഓടാൻ തുടങ്ങി. സത്യം പറഞ്ഞ EBSലേക്ക് ഓടുന്നത് പോലെ. അവൻ നേരത്തെ കണ്ടതുപോലെ അല്ലായിരുന്നു. അതിൻ്റെ അകത്ത് അപകടകാരിയായ ഒത്തിരിയധികം ആത്മാക്കളുണ്ടായിരുന്നു. അതെല്ലാം അവന്റെ നേരെ പാഞ്ഞ് വരുന്നുണ്ട്. ആരെങ്കിലും അമ്മ, എനിക്കവരെ പ്രതികാരം ചെയ്യണം, എനിക്കവനെ കൊല്ലണം, എന്നെ വെറുതെ വിടുന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലെ ഇമോഷൻ അവനോടെ സെൻസ് ചെയ്യാനായിട്ട് സാധിച്ചു. പക്ഷേ അതൊന്നും കൊണ്ട് അവനോടെ നിന്നില്ല. അവൻ വീണ്ടും മുന്നിലേക്ക് തന്നെ സഞ്ചരിച്ചു. അവസാനം ഒരു വെളിച്ചം അവന് കാണാൻ സാധിക്കുകയും അതിൻ്റെ ഉള്ളിൽ നിന്ന് അവൻ പുറത്ത് കടക്കുകയും ചെയ്തു. അല്ല, ഞാനിത് എവിടെയാണ്? അതിൻ്റെ ഉള്ളിലെത്തിയോ? പെട്ടെന്നാണ് അവൻ ആ രൂപം കാണുന്നത്. എന്തോ ഒന്ന് ഭക്ഷിക്കുന്നത് പോലെ അത് ചവച്ചരച്ച് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ജിയോങ് അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് നിന്നു. പിന്നെ ദൂരത്ത് അവൻ കാണുന്നത് കണ്ണെത്താ ദൂരത്തോളം ശരീരങ്ങളും ആത്മാക്കളുമാണ്. ആൻഡ് ഈ ശവശരീരങ്ങളെയും ആത്മാക്കളെയും ഒരു വിചിത്രമായ രൂപം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന ആത്മാക്കളെ എല്ലാം തന്നെ ചങ്ങലയിട്ട് പിടിച്ച് അത് കഴിച്ചുകൊണ്ടിരുന്നു. ജിയോങ് കുറച്ചു നേരം അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അല്ല, ഈ കാണുന്നത് അത് ആ ഒരു സ്പിരിറ്റ്സിനെ എല്ലാം തന്നെ കഴുകിയാണ്. മേ ബി ഇതായിരിക്കും സെന്ററിൽ. ആ സമയത്ത് ആ ഒരു മോൺസ്റ്റർ ജിയോങ്ങിനെ ശ്രദ്ധിച്ചു. ജീവനുള്ള ജീവനുള്ള ഒരു മനുഷ്യൻ, ജീവനുള്ള മനുഷ്യനെ കഴിക്കണമെന്ന് പറഞ്ഞ് അത് നേരെ അവന്റെ നേരെ പാഞ്ഞെടുത്തു. അടുത്ത സെക്കൻഡ് ചങ്ങല കൊണ്ട് അവനെ പൂട്ടി കെട്ടുകയും എന്നിട്ട് അവന്റെ നേരെ വാ പൊളിച്ചു വന്ന് അവനെ പൂർണ്ണമായിട്ടും ഭക്ഷിക്കുകയും ചെയ്തു. വിട്ടി, നീ വിട്ടിയായ ഒരു മനുഷ്യനാണ്. എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നീ ഇവിടേക്ക് വന്നത്? നിന്റെ ഒരു ഭാഗം പോലും ഞാൻ അവശേഷിപ്പിക്കത്തില്ല. നിന്നെ പൂർണ്ണമായിട്ടും ഞാൻ കഴിക്കും. ആ ടൈമിൽ ജിയോങ് അവന്റെ കയ്യിലുണ്ടെന്ന ആ മോതിരം പതുക്കെ ഊരി. എന്ത് പറയാനാണെന്ന് നോക്കണേ, നമ്മൾക്ക് രണ്ടുപേർക്കും ഒരേ ഐഡിയ തന്നെയായിരുന്നു. ഞാനിവിടേക്ക് വന്നത് നിന്നെ കഴിക്കാനാണ്. അടുത്ത സെക്കൻഡ് അവൻ അതിന്റെ പവർ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ആ ഒരു റിങ്ങിന്റെ പവർ യൂസ് ചെയ്ത് അവൻ മന്ത്രവാദം ചെയ്യുകയും പിന്നെ ഒരു മാസീവ് ഉള്ള എക്സ്പ്ലോഷൻ ഉണ്ടാകുകയും ചെയ്തു. പെട്ടെന്നാണ് അതിന്റെ പല്ലിൽ അവൻ കയറി പിടിച്ചത്. ഇതെന്തായാലും നാണക്കേടാണ്. നീയായിട്ട് തന്നെ എന്നെ നിന്റെ വായുടെ അടുത്തേക്ക് വലിപ്പിച്ചല്ലോ. സത്യം പറഞ്ഞ ഒരു റെസ്റ്റ്ഫുൾ സ്പിരിറ്റിന്റെ എനർജി അബ്സോർവ് ചെയ്യാൻ ഇതിലും നല്ല വഴിയില്ലെന്നും പറഞ്ഞുകൊണ്ട്
അവൻ്റെ റിച്വൽ ഓഫ് അറ്റാച്ച്മെന്റ് യൂസ് ചെയ്ത് അവൻ്റെ ഉള്ളിൽ നിന്നുള്ള എനർജി അബ്സോർബ് ചെയ്യാനായിട്ടും തുടങ്ങി. എന്നാൽ പെട്ടെന്നാണ് അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് സാധനം പുറത്തേക്ക് വന്ന് അവൻ്റെ ശരീരത്തിൽ കയറി പിടിച്ചത്. എന്നിട്ട് അവനെ പൂർണ്ണമായിട്ടും ഭക്ഷിക്കാനായിട്ട് നോക്കി. വിഡ്ഢി, നീ ശരിക്കും വിഡ്ഢിയാണ്. നിന്നെപ്പോലൊരു മനുഷ്യൻ ഒരിക്കലും ഇവിടേക്ക് വരാൻ പാടില്ലായിരുന്നു. നിന്നെ ഞാൻ സഫർ ചെയ്യിപ്പിക്കും. നിന്നെ പൂർണ്ണമായിട്ടും ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞ് ജിയോങ്ങിനെ വലിച്ച് അവനായിട്ട് കഴിക്കാൻ നോക്കി. അവൻ സ്ട്രഗിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാര്യം അവന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഒരു സ്ഥലത്തേക്കും അവൻ്റെ കൈ എത്തിയില്ല. പെട്ടെന്നാണ് ചുറ്റിനും ശാന്തതയായത്. അല്ല, ഞാൻ ഞാനിതെവിടെയാണ്? ഇതേ സമയത്താണ് അവന്റെ പുറകിൽ 3 പേരുണ്ടായിരുന്നത്. ബാക്കിയുള്ള 5 രാജാക്കന്മാരും അവരുടെ സക്സസിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ഇത് നമ്മുടെ ഗ്രൂപ്പിന്റെ ഒരു ഗ്രേറ്റർ പർപ്പസിന് വേണ്ടിയാണ്. സോ നിങ്ങളത് ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് മനസ്സിലായി. ഓ, അപ്പോ ഇതെല്ലാം ഓർമ്മകളാണല്ലേ? ജ്യേഷ്ഠ, ഞാൻ ജ്യേഷ്ഠന്റെ കൂടെയുണ്ട്. ഞാൻ എന്തായാലും ജ്യേഷ്ഠന്റെ വലത്തെ കൈയായിരിക്കും. എന്നിട്ട് ഈ ക്ലാനിനെ ഞാൻ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യും. അപ്പോ ഇതാ സ്പിരിറ്റിന്റെ മെമ്മറീസ്. പിന്നെ കാണുന്നത് എല്ലാരും പരസ്പരം തല്ല് കൂടുന്നതാണ്. ഇന്നാ ഇത് നീ വെച്ചോ. അല്ല ജ്യേഷ്ഠ, അപ്പൊ താങ്കളോ? ഞാൻ ഒരെണ്ണം കണ്ടെത്തിക്കോളാം. നീ ഇപ്പൊ ഇതും കൊണ്ട് പോകാൻ നോക്ക്. പക്ഷേ എടാ പറയുന്നേക്ക്, ഇപ്പൊ നീ നിന്റെ കൈ വെക്ക്. നീ ഇവിടുന്ന് രക്ഷപ്പെടണം ചെല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവനാട്ടെ അവന്റെ കയ്യിൽ കിട്ടിയ ഒരു ഫസ്റ്റ് മാർബിൾ എടുത്തിട്ട് അവിടേക്ക് ഓടും. ഇതാ ഫസ്റ്റ് ട്രയലായിരുന്നു. എനിക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി തുടങ്ങി. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരച്ഛനും നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരു ചെറിയൊരു ബ്രദറും. പക്ഷേ ഇവരെങ്ങനെയാണ് അവിടെ? അപ്പോഴാണ് അവനത് ശ്രദ്ധിക്കുന്നത്. അല്ല, നീ കാര്യം ആ മൂത്ത ജ്യേഷ്ഠന്റെ തലയിൽ നിന്നൊക്കെ ചോര വന്നുകൊണ്ട് അവൻ ചോദിക്കുകയും ചെയ്യും. അല്ല, നീ നീ എന്തിനാണ് ബ്രദർ? നീ എന്തിനാണ് ഇങ്ങനെ? എടാ നാറി, നീ കാരണമാണ് എല്ലാം ഞാൻ കഷ്ടപ്പെടാൻ തുടങ്ങിയത്. നീ നീ കാരണം എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയി. നീ എന്നെക്കാട്ട് മൂത്തതാണെന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടത്? പക്ഷെ ഞാൻ നിന്നെ സ്നേഹിച്ചത്. ആ സമയത്ത് അവനെ കല്ലുയർത്തി ചാക് ചാക് ചാകെന്ന് പറഞ്ഞ് അവനെ തല്ലി കൊല്ലാനായിട്ട് തുടങ്ങി. അവന്റെ ദേഷ്യം തീരുന്നവരെ അവൻ ആക്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവനെ കൊല്ലുകയും ചെയ്തു. അപ്പോ ചുരുക്കം പറഞ്ഞ അവന്റെ ഇളയ ബ്രദറിനെ അവനോടുള്ള ആ ഒരു വെറുപ്പും ആ ഒരു അസൂയയും അവൻ മനസ്സിലാക്കില്ല. അതുകൊണ്ട് സ്വന്തം സഹോദരന്റെ കൈകൊണ്ട് തന്നെ അവൻ മരണപ്പെട്ടല്ലേ. അതിനുശേഷം അവൻ നിലത്തേക്ക് വീഴുകയും ചെയ്തു. പിന്നെ കാണുന്നത് അവന്റെ ശരീരം ആ ഒരു പിറ്റിലേക്ക് വന്ന് പതിക്കുന്നതാണ്. അവനവിടെ ഒറ്റക്കായി. സോ നീ പതുക്കെ ഒരു പോയിസണായി ചേഞ്ച് ചെയ്തല്ലേ? ഞാൻ എന്തിനാണ് ഇതൊക്കെ അനുഭവിക്കുന്നത്? മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് ഇതൊക്കെ അനുഭവിക്കുന്നത്? എനിക്ക് എനിക്കും ജീവിക്കണം. എനിക്കും വിശക്കുന്നുണ്ട്. എനിക്ക് മരിക്കാൻ ആഗ്രഹമില്ല. അല്ല, ഞാൻ എന്തിനാണ് മരിക്കുന്നത്? ഇത് ഇതെന്റെ വിധിയാണോ? ഇല്ല, ഇത് ഇതെന്റെ വിധിയാണെങ്കിൽ എന്റെ വിധിനെ തന്നെ തിരുത്തി എഴുതുമെന്നും പറഞ്ഞ് അവൻ പെട്ടെന്ന് കടന്ന് അലറുന്നുണ്ട്. അവന്റെ മുഖം ഒരു വിചിത്ര രൂപമായി ചേഞ്ച് ആയിരുന്നു. ഞാൻ ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. എല്ലാം ഞാൻ കഴിക്കും. നീ എന്നല്ല, ആര് വന്നാലും ഞാൻ കഴിക്കും. ആരെ ഞാൻ വെറുതെ വിടത്തില്ല. ഇവിടെയുള്ളതെല്ലാം എല്ലാം ഞാൻ കഴിക്കും. നിന്നെ ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞ് അത് വീണ്ടും ആ രൂപം ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ജിയോങ്ങാട്ടെ ഒന്ന് സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി. നീ എന്തൊക്കെ ചെയ്താലും നിനക്കെന്നെ കഴിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും ജിയോങ്ങിന് ഒരു മാസീവുള്ള അറ്റാക്ക് കൊണ്ട് അവൻ നിറച്ചു. അവന്റെ ചുറ്റിനും ആ ഒരു ഇമോഷൻ മാത്രമായിരുന്നു. ഒരു ചുഴലിക്കാറ്റ് പോലെ അവനത് പൊതിഞ്ഞു കിട്ടി. റിഗ്രറ്റ്, അറ്റാച്ച്മെന്റ്, വെറുപ്പ്, റേജ് എല്ലാം തന്നെ അവന്റെ ചുറ്റിനും സെൻസ് ചെയ്യാനായിട്ട് സാധിച്ചു. അതിലുപരി ഈ ഒരു ഇമോഷൻ മറ്റാരെക്കാട്ട് വ്യക്തമായി തന്നെ എനിക്ക് മനസ്സിലാകും. കാര്യം ഈ ഒരു ഇമോഷൻ എന്ന് പറയുന്നത് പ്രതികാരത്തിന് വേണ്ടിയുള്ള ദാഹമാണ്. അടുത്ത സെക്കൻഡ് ജിയോങ് അവന്റെ കൈ നേരെ മുന്നിലേക്ക് വെച്ചു. ആ ഒരു ഇമോഷൻ്റെ അകത്ത് മുങ്ങിത്താഴെ നിർത്തും അവൻ അവൻ്റെ കൈ മുന്നിലേക്ക് വെച്ചിട്ട് ആ ഒരു മന്ത്രം ജപിക്കാനായിട്ട് തുടങ്ങി. പതുക്കെ അവൻ അതിൻ്റെ അകത്ത് നിന്ന് പുറത്ത് വരാനും തുടങ്ങി. പെട്ടെന്നാണ് അതിവിടെ സംഭവിച്ചത്. ബ്ലൂ സ്പിരിറ്റ് ഒന്ന് ഞെട്ടിത്തെറിച്ചു പോയി. അവൾ തിരിഞ്ഞു നോക്കാർത്ത് മാസീവ് ഉള്ള എനർജി അവിടെ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്. അതിലുപരി ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അതിവിടെ ഷേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല മോർട്ടൽ, നീയെങ്ങാനും ഇനിയോടെ പരാജയപ്പെട്ടോ? നാശം, ഇവനെപ്പോലും സ്പിരിറ്റിന് എങ്ങനെയാണ് ഈ അഹങ്കാരം ഉണ്ടായത്? എന്റെ മോർട്ടലിനെ മര്യാദക്ക് തിരിച്ചു തരാനായിട്ട് നോക്ക്, അല്ലെങ്കിൽ നിന്നെ ഞാൻ. പെട്ടെന്ന് കുറച്ചധികം ചെയിൻസ് അവളുടെ നേരെ പാഞ്ഞു വന്നു. എന്നിട്ട് അവളെ പിടിച്ചു കെട്ടാൻ നോക്കുകയും ചെയ്യും. ഈ ചെയിൻസ് സത്യം പറഞ്ഞ ഗ്രീൻ സ്പിരിറ്റ്സിന് അപകടകാരിയാണ്. പക്ഷേ ഇനിയെങ്ങാനും ഇത് പോയ്സൺ ആയിരിക്കുമോ? ഓട് ഓടി രക്ഷപ്പെടുന്നൊക്കെ പറഞ്ഞ് കുറേയധികം ആത്മാക്കള് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. ഇതേ സമയം മറ്റു കുറച്ച് ആത്മാക്കള് നമ്മുടെ ജിയോങ്ങിനെ കംപ്ലീറ്റ് പൊതിഞ്ഞ് കെട്ടാനും നോക്കുന്നുണ്ട്.
ഒരു പുതിയൊരു ബീയിങ് ആയിട്ട് അവർക്ക് ചേഞ്ച് ആകുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. എന്നാൽ അടുത്ത നിമിഷമാണ് അത് കണ്ട അവൾ ഞെട്ടിയത്. കാര്യം അതിനുള്ളിൽ ഭയങ്കര മാസീവുള്ള ഒരു എനർജി. അത് ഒരു ബ്ലൂ സ്പിരിറ്റിന്റെ എനർജി ആയിരുന്നു. പെട്ടെന്ന് അവൾ നേരെ നിലത്തേക്ക് ഇറങ്ങി. ആ സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു രൂപം അവൾക്ക് കാണാൻ സാധിച്ചു. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അതാരാണെന്ന് അവൾക്ക് മനസ്സിലായത്. മോർട്ടൽ. ഏ അല്ല, അതവനല്ല. അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു എനർജി കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. അവൻ്റെ ബോഡി എങ്ങാനും ഇനി നഷ്ടപ്പെട്ടോ? വിട്ടി, നിന്നെ അവർ കഴിച്ചോ? ഇല്ല. അത് കേട്ടപ്പോൾ അവളും ഞെട്ടി. അതിന് പകരം ഞാനാണ് അതിനെ കഴിച്ചത്. അതും അവൾക്കൊട്ടും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാഴ്ചയല്ലായിരുന്നു. നീ നീ ശരിക്കും അതിനെ കഴിച്ചോ? നിനക്ക് കാണാൻ മേലേ? അല്ല, എങ്കിലും സത്യം പറഞ്ഞാൽ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ എങ്ങനെയാണ് ഒരു ബ്ലൂ സ്പിരിറ്റിനെ കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്തത്? അതിലുപരി അവൻ്റെ എനർജി ശരിക്കും ഇമെൻസീവ് ആണ്. അല്ല ബ്ലൂ സ്പിരിറ്റ്, എൻ്റെ വയറെനിക്ക് വേദനിക്കുന്നു. കാര്യം പൊട്ടാൻ പോകുന്ന പോലെ ഞാൻ കുറേ അധികം കഴിച്ചതുകൊണ്ടാണ്. അല്ല നാശം, നീ ഒരു മനുഷ്യനായിരുന്നു. മോർട്ടൽ, അത് ഇത്ര പെട്ടെന്ന് തന്നെ എക്സ്പെൽ ചെയ്യാനായിട്ട് നോക്ക്. ഏ എന്തിന്? നീ ഒരു മനുഷ്യനാണ്. നിന്റെ വെസൽ ചെറുതാണ്. അതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് വർദ്ധിക്കണം എന്നുണ്ടെങ്കിൽ നീ എൻലൈറ്റ്മെന്റ് ചെയ്യണം. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇത്രയും ക്യൂ ആയി വന്നു കഴിഞ്ഞാൽ അത് നിനക്ക് അപകടമാണ്. എത്രയും പെട്ടെന്ന് അത് എക്സ്പെൽ ചെയ്യാനായിട്ട് നോക്ക്. ഓ അങ്ങനെയാണ് എങ്കിൽ ബാക്കിയുള്ളത് മറ്റൊരു സ്ഥലത്തേക്ക് അയച്ച പോരെന്ന് പറഞ്ഞ് അവൻ നേരെ മുന്നിലേക്ക് എടുത്ത് ചാടി. നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? അത് ഇവിടെ എവിടെയെങ്കിലും കാണുന്നു പറഞ്ഞ് ആ തലയൊട്ടിട്ടകത്ത് അവൻ എന്തോന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അധിക സമയം വേണ്ടി വന്നില്ല. അവനാട്ടെ ഒരു ടീൽസ്മാൻ വെച്ച ഒരു തലയൊട്ടി കണ്ടെത്തുകയും ചെയ്തു. അല്ല, ആ കാണുന്നത് പെട്ടെന്ന് അതിൻ്റെ അകത്തേക്ക് അവനൊരു എനർജി റിലീസ് ചെയ്തു. അല്ല, നീ എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ ഉള്ളിലേക്ക് എന്തിനാണ് ക്യൂ ആയി? അടുത്ത നിമിഷം ആ തലയോട്ടിൽ നിന്ന് എന്തോന്ന് രൂപപ്പെടാനായിട്ട് തുടങ്ങി. ഒരു ശരീരം തന്നെ രൂപപ്പെടാനായിട്ട്. അവരുടെ മുമ്പിൽ ഒരു അവിശ്വസനീയമായ കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചുകൊണ്ടിരുന്നത്. അല്ല, അപ്പോ ഇതായിരുന്നല്ലേ ആ സ്കില്ലിന്റെ നടുഭാഗം? പെട്ടെന്നാണ് ആ ഒരു രൂപം അവിടെ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയത്. അതിന്റെ തലമുടി നമുക്ക് ആദ്യം കാണാൻ സാധിച്ചു. പിന്നെ കാണിക്കുന്നത് അതവിടെ ഇരിക്കുന്നതാണ്. അല്ല, ഈ ഒരു പെണ്ണ് ഇതെന്താണ് ചെയ്യുന്നത്? പെണ്ണോ? ആരടി പെണ്ണെന്ന് ചോദിച്ചിട്ടുണ്ട്. പെട്ടെന്ന് അവൻ ദേഷ്യപ്പെട്ടു. ഞാൻ ഒരു ആൺകുട്ടിയാണ്. അടുത്ത സെക്കൻഡ് വളരെ ഓക്കോർഡുള്ള സൈലൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. എന്ത്? ഞാനൊരു ആണാണെന്ന്? അല്ല, അപ്പൊ നീ പെണ്ണല്ലേ? അതല്ലേ പറഞ്ഞല്ലെന്ന്? അല്ല മോർട്ടൽ, നീ എന്തിനാണ് ഇവനെ റിവൈവ് ചെയ്തത്? ഇവനെ കൊന്നാ പോരായിരുന്നോ? അല്ല, ഞാനോർത്ത് ഇത് യൂസ്ഫുൾ ആയിരിക്കുമെന്ന്. വിട്ടികളെ, നിനക്കൊക്കെ എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് ഞാനിവിടെ സംസാരിക്കുമ്പോഴാണോ ഇങ്ങനെ സംസാരിക്കണമെന്ന് ചോദിച്ചപ്പോ ബ്ലൂ സ്പിരിറ്റ് അവന്റെ കഴുത്തിന് കുത്തി കയറി പിടിച്ചു. എത്ര ധൈര്യം ഉണ്ടടാ നീ എൻ്റെ അടുക്ക് എങ്ങനെ സംസാരിച്ചത്? നിനക്ക് മരിക്കാൻ അത്രക്ക് ആഗ്രഹമാണോ? നൈസായിട്ട് അവനൊന്ന് പേടിച്ചു പോയി. നേരെ സൈഡിലേക്ക് നോക്കിയിട്ട് അല്ല, നീ എന്നോട് ചോദിച്ചില്ലേ നിന്നെന്തിനാണ് ഞാൻ റിവൈവ് ചെയ്തതെന്ന്? അത് ഈ സമയത്ത് ജിയോങ് ആ തലയോട്ട് എടുത്ത് മുകളിലേക്ക് വെച്ചു. അല്ല, ആ കാണുന്നത് അത് ഇതിനു വേണ്ടിയാന്ന് പറഞ്ഞ് ആ തലയൊട്ടി അവൻ ഞെരിട്ടി പൊട്ടിച്ചു കളഞ്ഞു. പെട്ടെന്ന് വേദന കൊണ്ട് അവൻ നേരെ നിലത്തേക്കിരുന്നു. ഇതെന്തായാലും കൊള്ളാം. ഈ പെണ്ണിന്റെ കംപ്ലീറ്റ് റൂട്ട്സ് തന്നെ നീ ഡിസ്ട്രോയ് ചെയ്ത് കളയുവാണ്. അവനെന്തായാലും നല്ല വേദന അനുഭവിക്കുന്നുണ്ടായിരിക്കും. ഈ ഒരു ടോർച്ചർ ഇതെന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോഴാണ് ആ പൊടി ഉണ്ടല്ലോ, ആ ഒരു തലയൊട്ടിയുടെ ബാക്കി ഭാഗം അത് നമ്മുടെ ജിയോങ് എടുത്ത് കഴിച്ചു. അത് പൂർണ്ണമായിട്ടും അവൻ മിഴുങ്ങി. നീ എന്താണ് ചോദിച്ചെന്ന് പറഞ്ഞപ്പോഴാണ് അവന്റെ നെഞ്ചത്ത് നിന്ന് ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അതൊരു റെഡ് കളറിലെ ത്രെഡായിരുന്നു. അത് നേരെ ചെന്ന് കയറിയത് ജിയോങ്ങിന്റെ നേരെയായിരുന്നു. അവൻ നോക്കാൻ നേരത്ത് ബ്ലൂ സ്പിരിറ്റിന്റെ നെഞ്ചത്ത് നിന്നും ആ ഒരു ത്രെഡ് ഉണ്ട്. അതേപോലെ മറ്റൊരു സൈഡിലേക്കും ആ ഒരു ത്രെഡ് പോവുകയും ചെയ്യും. അല്ല, ഇങ്ങനെ വരാൻ ഈ ഒരു ത്രെഡ് ഫെമിലിയർ സ്പിരിറ്റിന്റെ മേത്ത് മാത്രമാണ് സാധാരണ വരുന്നത്. പക്ഷേ നീ എങ്ങനെയാടാ ഒരു ആത്മാവിനെ ഫെമിലിയർ സ്പിരിറ്റ് ആക്കിയത്? ഇത് ശരിക്കും റിഡിക്കുലസ് ആണ്. അപ്പോൾ ഞാനും എൻ്റെ സ്പിരിറ്റ് ആയത് അത്ര കോൺഫിഡൻസ് ഉള്ള ഒരു കാര്യമല്ലല്ലേ? ആ ടൈമിൽ അവൻ നേരെ കൈയടിച്ചിട്ട് പറയും ചെയ്യും. അപ്പോൾ പിന്നെ കാര്യം കഴിഞ്ഞില്ലേ? ഈ സമയത്ത് അവന് ഏകദേശം ഒരു കാര്യം വ്യക്തമായി. അവൻ്റെ പണി പാളിയെന്ന്. പിന്നെ കാണിക്കുന്നത് ആ ഒരു മാസീവ് ഉള്ള ആ ഒരു വലിയൊരു സ്ഥലമാണ്. അതിൻ്റെ അകത്താട്ടെ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. അതായിരുന്നു അണ്ടർവേൾഡ് അസാസൻ പാവലിന്റെ സൺ റാങ്കുള്ള ഇൻ സിയോക്ക്. അവൻ പെട്ടെന്ന് ഞെട്ടി. കാര്യം അവിടെയുള്ള ആ മെഴുകുതിരികൾ എല്ലാം തന്നെ കെട്ടു. അല്ല, ഇനിയെങ്ങാനും? പിന്നെ കാണിക്കുന്നത് അവൻ പേടിച്ച് മുന്നിലേക്ക് ഓടുന്നതാണ്. ഓടി വന്ന് ആ കതക് തുറന്നു നോക്കിയപ്പോൾ അവിടെ ഒരു സന പൊട്ടി തകർന്ന് ഇരിക്കുകയായിരുന്നു. അതൊരു മൺകുടമായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പാവലിയൻ മാസ്റ്ററിന്റെ ആ ഒരു ഡിവൈനുള്ള സ്പിരിറ്റ് ഇൻസെറ്റും പിന്നെ ആ ഒരു പോയിസൺ ആർട്ടും രണ്ടും
കംപ്ലീറ്റ്ലി ഡിസ്ട്രോ ചെയ്യപ്പെട്ടു. ആൻഡ് അതും പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം നിലവിലിപ്പോൾ 50ഓളം ചാപ്റ്റേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വെറും 60ഓളം ചാപ്റ്റേഴ്സ് കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മിസ്റ്റ് മൈറ്റ് മഹയം ഒഫീഷ്യലി കംപ്ലീറ്റ് ആക്കുന്നതാണ്. സോ ഈ സീരീസിന് ഉടനീളം നിങ്ങളുടെ സപ്പോർട്ട് വേണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ ഈ സീരീസിന് ശേഷം എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഒരു മാനുവാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് നാനോ മെഷീനെക്കാട്ടും ഈവൻ മിസ്റ്റ് മൈറ്റ് മഹയത്തിനെക്കാട്ടും എനിക്ക് പ്രിയപ്പെട്ട ഒരു മാനുവാണ്. അതേതാണെന്ന് ഞാൻ എന്തായാലും വഴിയെ പറഞ്ഞുതരാം.